അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 6 ആയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രേഡിംഗ് ഹാളും കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നു. ആൻഡ് അതിൽ വില്ലേജസിനെ നിൽപ്പിക്കുന്ന പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. യെസ്, ഓക്കെ, നമ്മൾ ട്രേഡിംഗ് ഹാളും കാര്യങ്ങളും അവിടെ ഉണ്ട്. അവിടെ നിന്ന് റെയിൽ വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ ട്രേഡിംഗ് ഹാളിലേക്ക് ബ്രീഡറും കാര്യങ്ങളും അവിടെ ഉണ്ട്. ട്രേഡിംഗ് ഹാളിലേക്ക് ജസ്റ്റ് നമുക്കൊരു 20 വില്ലേജസിനെ കൊണ്ടുവരണം. അതിലെന്തോ കുറച്ച് വില്ലേജസും കാര്യങ്ങളും ഉണ്ട്. ഒരു 10 വില്ലേജസ് അതിലുണ്ടാവും. ഓക്കെ, ജസ്റ്റ് നമുക്ക് അതിലുള്ള വില്ലേജസിനെ മൊത്തം ജസ്റ്റ് ഇങ്ങോട്ട് എത്തിക്കണം. മെയിനായിട്ട് നമുക്ക് റെയിലുണ്ട്, ബട്ട് പവർ റെയിൽ വേണം ഗൈസ്. അതൊരു പണിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും പവർ റെയിലും കാര്യങ്ങളും ഒപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് റെയിൽ മാത്രം വെച്ചിട്ട് കാര്യമില്ല ഗൈസ്. റെയിൽ മാത്രം വെച്ചാൽ അത് വർക്കാവില്ല ഗൈസ്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഫസ്റ്റ് ഈ ഒരു റെയിലും കാര്യങ്ങളും ആർത്തം വരെ കണക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഗോൾഡ് മൈൻ ചെയ്യാൻ പോവാം. അതാണ് നല്ലത്. ഗോൾഡ് ഇല്ലെങ്കിൽ പവർ റെയിൽ ഇല്ലെങ്കിൽ നമുക്ക് വില്ലേജിന് എത്തിക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റെയിൽ വെച്ച് തന്നെ കൊണ്ടുപോകാം. കുറേ അയണുണ്ട്, അയണിന് പ്രശ്നമൊന്നുമില്ല. ബട്ട് നമുക്ക് ഗോൾഡാണ് ഇല്ലാത്തത്. ജസ്റ്റ് നമുക്ക് ഗോൾഡ് ഒപ്പിക്കാൻ പോകണം. ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്ത് വെക്കട്ടെ ഗായ്സ്. ജസ്റ്റ് നമ്മൾ ഗോൾഡ് മൈൻ ചെയ്യാൻ വന്നായിരുന്നു ഗൈസ്. എൻ്റെ കൈമിലുള്ള നോക്ക് 13 ഡയമണ്ട്. കുറേ ഗോൾഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. 13 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ ഇതിനെ കൊണ്ട് നമ്മൾ ആർമറും കാര്യങ്ങളൊന്നും സെറ്റ് ആക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു പിക്കാക്സ് ആണ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് നെതറൈറ്റ് ആർമർ ഉണ്ടാക്കുന്ന നേരം ഡയമണ്ടിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് ഒരു സ്ട്രിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കിട്ടിയ സാധനങ്ങളാണ്. വാല്യുബിൾസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഡയമണ്ട് 3 കൊണ്ട് നമുക്കൊരു പിക്കാക്സും കാര്യങ്ങളും ഉണ്ടാക്കണം. പിന്നെ റെയിലും കാര്യങ്ങളും പവർ റെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾഡ് എടുത്തത്. ജസ്റ്റ് ഗോൾഡും കാര്യങ്ങളും എടുത്തിട്ട് പവർ റെയിൽ ഉണ്ടാക്കാം. പിന്നെ ഡയമണ്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം, സീനൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ നെതറൈറ്റ് വെച്ച് നമുക്ക് മറ്റേ ടെംപ്ലേറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ സീനൊന്നുമില്ല. സോ നമുക്ക് ജസ്റ്റ് കുറച്ച് ഉരുക്കാൻ വെക്കാം. എന്നിട്ട് ഒരു 2-3 പവർ റെയിൽ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത്. ലൈക്ക് ചെയ്യടാ, പോയിട്ട് ലൈക്ക് ചെയ്തിട്ട് കണ്ടാൽ മതി വീഡിയോ. അങ്ങനെയൊന്നും പറയില്ല, ലൈക്ക് ചെയ്യാണ്ട്. അതാര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാണാം. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, വേറെ സീനൊന്നുമില്ല. ഓക്കെ, ഒരു 3 ഡയമണ്ട് ഇതിൽ നിന്ന് എടുക്കണം. എന്നിട്ടൊരു പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കണം. ഫസ്റ്റ് എൻ്റെ ഡയമണ്ട് പിക്കാക്സ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. യെസ് ഗായ്സ്, ഒരു വടി വേണം. വടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വുഡ് വെച്ച് ജസ്റ്റ് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു പിക്കാക്സും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. സോ ഓക്കെ ഗൈസ്, നമ്മൾ ഡയമണ്ട് പിക്കാക്സും കാര്യങ്ങളും ജസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡും കാര്യങ്ങളും എടുത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം സെറ്റ് ആക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇവിടെയും കാര്യങ്ങളൊക്കെ നമ്മൾ റെയിലും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയാണ് സെറ്റ് ആക്കിയത്. ആൻഡ് ഇങ്ങനെ സെറ്റ് ആക്കിയ ഈ ഒരു കൊടി ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ പോയി ജസ്റ്റ് എല്ലാ സ്ഥലത്തും ഓരോരോ കുറച്ച് ദൂരം വിട്ട് എല്ലാ സ്ഥലത്തും ഓരോരോ പവർ റെയിൽ വെക്കുക. അപ്പോൾ സ്പീഡിലങ്ങ് പോകും. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ മറ്റേ മൈൻ കാർട്ട് ഇട്ടിട്ട് ഇതാ വില്ലേജസിനെ ഇത് തന്നെ നമുക്ക് ഒരു 20 പ്രാവശ്യം ചെയ്യണം. അല്ലെങ്കിൽ 20 ഉണ്ടാവില്ല എന്ന് എനിക്കൊരു ഇത്. ഓക്കെ, എത്ര ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെയ്യുക. അത്രയും വില്ലേജസിനെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റുക. അതാണ് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും എല്ലാ വില്ലേജസിനും ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് വേണം ഗൈസ്. കുറച്ച് നേരത്തിന് ശേഷം ഗൈസ്, ഓക്കെ, നമ്മൾ വില്ലേജസിനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഗൈസ്. സോ ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു റെയിലിട്ട് ഞാൻ എല്ലാവരെയും കൊണ്ടുവന്നു. ആൻഡ് ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരു 9 വില്ലേജസിനെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ബാക്കി
വില്ലേജസ് ഇല്ല, ഇനി വരണം. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ആൻഡ് ഇവിടെ ഞാൻ അത്യാവശ്യം കുറച്ച് വില്ലേജസിനെ നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എത്ര വില്ലേജസിനാ മറ്റേ അയണ് ട്രേഡ് ചെയ്യുന്ന വെക്കണം എന്ന് അറിയാമെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ എത്ര വില്ലേജസിനാ മറ്റേ ഈ ഒരു ബെഞ്ചില്ലേ, വർക്ക് ബെഞ്ച്, മറ്റേ ബുക്ക് വാങ്ങുന്ന വർക്ക് ബെഞ്ച്, അത് എത്ര എണ്ണം ലെഫ്റ്റാണ് എത്ര എണ്ണം വെക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഞാൻ വെക്കുന്നതായിരിക്കും. ഒരു 8 എണ്ണം തോന്നുന്നു വെക്കേണ്ടത്, എന്ത് അയണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് മൊത്തം ഒന്ന് സെറ്റാക്കണം. എന്നിട്ട് ഇന്ന് നമുക്ക് അത്യാവശ്യം ട്രേഡും കാര്യങ്ങളൊക്കെ അൺലോക്ക് ആക്കണം. ജസ്റ്റ് ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, ജസ്റ്റ് എന്നോട് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് എന്നോട് അടിച്ചു പോവും വില്ലേഴ്സിനെ, അതൊന്ന് ശരിയാക്കണം. അങ്ങനെയാണ് കാര്യങ്ങൾ. അടിച്ചാൽ അവർ വില കുറയ്ക്കും, വില കൂട്ടും, അങ്ങനെയാണ് സംഭവങ്ങൾ. നമുക്കിത് മൊത്തം ഒന്ന് അൺലോക്ക് ചെയ്ത് എല്ലാം അറിയും. ഒരു മാസ്റ്റർ ലെവലിലേക്ക് എത്തിക്കണം. അയൺ ട്രേഡ് ഒരുത്തന്നെ അയൺ ട്രേഡിലേക്ക് എത്തിച്ചാൽ ബാക്കി എല്ലാത്തിനും എത്തിക്കാൻ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഒരുത്തന്നെ എല്ലാവരെയും അയൺ ട്രേഡ് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. സോ എന്നിട്ട് ഇന്ന് ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ ഡയമണ്ട് ഫുൾ ആർമർ സെറ്റ് ചെയ്യാൻ പോകണമെന്നുണ്ട്. അപ്പോൾ നേരെ ഞാൻ കാണിച്ചു തരാം. സോ അതിനായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഷുഗർ കെയിനൊക്കെ നട്ടിരുന്നു. ഞാൻ അത് മൊത്തം മുറിച്ച് സെറ്റാക്കിയിട്ട് കുറച്ച് ഇത് സെറ്റാക്കണം. ഇത് മുറിച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് മറ്റേ ലെറ്റർ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് എമറാൾഡും കാര്യങ്ങളും ഒപ്പിക്കണം. അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് അൺലോക്ക് ആക്കിയിട്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ നല്ല ഗ്രൈൻഡിങ് പണിയാണ്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സോ ഡയമണ്ട് ട്രേഡൊക്കെ എത്തുന്നപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഓക്കെ ഗൈസ്, പിന്നെ നമ്മൾ കൗ ഫാമൊക്കെ അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. സോ കുറേ കൗവിൻ്റെ ക്രോപ്സും മീറ്റും കിട്ടുന്നുണ്ട്. സോ അതൊക്കെ സെറ്റാണ്. ആൻഡ് കുറച്ച് ഇതുണ്ടാക്കിയിട്ട് പേപ്പറും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് കുറച്ച് ബുക്കും കാര്യം ഉണ്ടാക്കിയിട്ട് ലെറ്റർ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് സെറ്റാക്കാം. ഗൈസ്, നമ്മൾ അത്യാവശ്യം നമ്മൾ കൊണ്ടുവന്ന എല്ലാവരെയും നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ട്രേഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇനി കുറച്ച് എമറാൾഡും കാര്യങ്ങളും നമ്മൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് എമറാൾഡും കാര്യങ്ങളും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. കിട്ടിയ അയണ് മൊത്തം തീർന്ന ഗൈസ്. ഇനിയും കുറച്ച് FK അയണ് സെറ്റാക്കണം. അയൺ ഫാം ഒന്ന് വലുതാക്കണമെന്നുണ്ടായിരുന്നു. ലൂട്ടിങ് 3ൻ്റെ എൻജോയ്മെൻറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ അത് ഞാൻ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവരൊക്കെ സെറ്റാക്കി, ഇവരൊക്കെ ആൻഡ്രോയിഡ് സെറ്റാക്കി ജസ്റ്റ് അയണ് കൊടുക്കുക. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ എല്ലാം അയണും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുൾ അയൺ ഡയമണ്ട് ആർമറും കാര്യങ്ങളും സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കണം. ആൻഡ് ജസ്റ്റ് ഇതാണ് നമ്മളെ ഫാമും വില്ലേജർ ട്രേഡിങ് ഹാളും കാര്യങ്ങളും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാണ് ഗൈസ്. സോ ഡയമണ്ട് ലെഗിൻസ് ആൻഡ് നമ്മളെ സെറ്റപ്പിൻ്റെ ഇതും അച്ചീവ്മെൻറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ ലെഗിൻസ് ആൻഡ് ചെസ്റ്റ് പ്ലേറ്റ് ആൻഡ് ബൂട്ടും കൂടി സെറ്റാക്കാണ്ട് അതൊരു സെറ്റാക്കി നമ്മളെ സെറ്റാണ്. സോ നമ്മളെ ഡയമണ്ട് ഫുൾ ആർമർ സെറ്റാകും. ജസ്റ്റ് അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ആൻഡ് കുറച്ചുകൂടി സെറ്റാക്കാണ്ട് ഇതൊന്ന് നോക്കട്ടെ. ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ് ആർമർ ഫുള്ള് കിട്ടുന്നതാണ്. ഓക്കെ, ഉണ്ട്, ഹെൽമെറ്റും ഉണ്ട്. ആൻഡ് ചെസ്റ്റ് പ്ലേറ്റും കൂടി കിട്ടേണ്ടതാണ്. ചെസ്റ്റ് പ്ലേറ്റും ഉണ്ട്. സോ വേറെ സീനൊന്നുമില്ല. ഹെൽമെറ്റ് ആൻഡ് ഒരു ചെസ്റ്റ് പ്ലേറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡയമണ്ട് ഫുൾ ആർമറും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഗായ്സ് നമ്മൾ ഡയമണ്ട് ഫുൾ ആർമർ ആൻഡ് ടൂൾസ് ഫുള്ള് സെറ്റാക്കിയില്ല, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗായ്സ്, സോ
നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ ബൈ.